ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലേ. അതായത് ബീം, ഇങ്ങനൊരു ബീം ഉണ്ടെങ്കിൽ ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ, അതായത് നമുക്ക് ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ എടുക്കാം. അപ്പം ആ ഒരു സെക്ഷണൽ എലിവേഷൻ എങ്ങനെയായിരിക്കും? ഇത് ബീമിൻ്റെ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ സെക്ഷണൽ എലിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ബ്രെഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ അതാണ് വരച്ചിരിക്കുന്നത്. ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മുടെ ന്യൂട്രൽ ലെയറുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ദ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ന്യൂട്രൽ ലെയർ ഓൺ എ ക്രോസ് സെക്ഷൻ ഓഫ് ബീം ഈസ് നോൺ ആസ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഈ ഒരു ലൈനെയാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് NA എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പൊസിഷനാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ബീം ബെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബീമിലേക്ക് നമ്മുടെ പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ബെൻഡിങ് നടക്കുവാണ് എന്നുണ്ടെങ്കിൽ, ഈ ബീമിൻ്റെ സെൻട്രലിലുള്ള ന്യൂട്രൽ ആക്സിസിന് എബോവ് ആയിട്ടുള്ള ലെയേഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഷോർട്ടനിങ് സംഭവിക്കും. അവിടെ കംപ്രസീവ് സ്ട്രെസ് ആകും ഉണ്ടാകുന്നത്. ഇതിന് താഴോട്ട് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും ഉണ്ടാകുന്നത്. അത്ര നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു ക്രോസ് സെക്ഷൻ ഓഫ് ബീം നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ലെയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലെയർ എന്ന് പറയുന്നത്. ഈ ഒരു ബീമിൽ ചെറിയൊരു ലെയർ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതെന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും Y ഡിസ്റ്റൻസ് മാറിയാണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ, ഈ സ്മോൾ സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് DA ആണെന്നും വിചാരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? E/R × Y എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മളിനി അടുത്തായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ലെയറിൽ മാത്രം, ഈ ഒരു ചെറിയ ലെയറിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫോഴ്സ് ഓൺ ദ ലെയർ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്ക് സ്ട്രെസ്സിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഫോഴ്സ് കിട്ടുക? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോഡ് ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഫോഴ്സിനെ കിട്ടുമല്ലോ. അങ്ങനെ ഫോഴ്സിനെ എഴുതാനായിട്ട് പറ്റും സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ ഒരു ലെയറിലെ സ്ട്രെസ്സിനെ ഫോഴ്സ് നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? E/R × Y ആണ്. ഇനി ഇൻറ്റു എന്ത് വേണം? ഏരിയ വേണം. ഈ ഒരു ചെറിയ ലെയറിൻ്റെ ഏരിയ എത്രയാണ്? DA ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു DA. നമുക്ക് ഈ ഒരു ചെറിയ ലെയറിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് കിട്ടി. ഇനി ഈ ഒരു എൻറ്റയർ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും? അത് നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ബീം അതെങ്ങനെ കിട്ടുക? ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ E/R × Y × DA എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് Eയും Rഉം ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്കിങ്ങ് പുറത്തെടുക്കാം. E/R × ഇൻ്റഗ്രൽ Y × DA എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ബെൻഡിങ്ങിൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? എത്രയാണ് ഫോഴ്സിൻ്റെ വാല്യൂ? 0 ആണ് അല്ലേ. ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇതിൽ നോക്കിയേ, ഒന്നുകിൽ ഈ ഒരു ടേം 0 ആകണം അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ 0 ആകണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം E 0 ആകാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്? അതൊരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊരു പ്രോപ്പർട്ടിയാണ്, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതൊരിക്കലും 0 ആകത്തില്ല. പിന്നെ R 0 ആകാൻ പറ്റുമോ? ഇല്ല. R എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഇതൊരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന റേഡിയസ് ഓഫ് കർവേച്ചറിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. അപ്പോൾ R 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബെൻഡിങ് സംഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഒരിക്കലും ഈ ഒരു ടേം 0 ആകത്തില്ല. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ E/R ≠ 0. ഇനി അടുത്ത ഓപ്ഷൻ ഏതാണ്? ഇൻ്റഗ്രൽ Y DA = 0. ഇത് 0 ആകാനായിട്ട് സാധിക്കും. ഈ ഒരു ടേമിൽ തന്നെ DA 0 ആകുമോ? ഇല്ല. ഏരിയയുടെ വാല്യൂ നമുക്ക് 0 ആകത്തില്ല. പിന്നെ ഏത് വാല്യൂ ആയിരിക്കും 0 ആകുന്നത്? Yൻ്റെ വാല്യൂ ആയിരിക്കും 0 ആകുന്നത്. Yൻ്റെ വാല്യൂ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കിടക്കുന്നത്? ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ന്യൂട്രൽ ആക്സിസ് കിടക്കുന്നതെന്നാണ് അർത്ഥം. ഇനി ഈ ഇൻ്റഗ്രൽ YDA എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത് മൊമെൻറ്റ് ഓഫ് ഏരിയയാണ്. ഇൻ്റഗ്രൽ YDA എന്ന് പറയുന്നത് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മൊമെൻറ്റ് ഓഫ് ഏരിയനെയാണ് ഇൻ്റഗ്രൽ YDA എന്ന് പറയുന്നത്. ഓക്കെ,
മൊമെൻറ്റ് ഓഫ് ഏരിയ, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് നമുക്കറിയാം അല്ലേ, എന്താണ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഏരിയ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഏരിയയാണ് ഈ ഇൻ്റഗ്രൽ വൈ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ മൊമെൻറ്റ് ഓഫ് ഏരിയ ആണ് സീറോയുമായിട്ട് ഈക്വൽ ആകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് എൻറ്റയർ ഏരിയ, ഇൻ്റഗ്രൽ വൈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് എൻറ്റയർ ഏരിയ ആണല്ലോ, ഈ ഫുൾ ഏരിയയുടെ മൊമെൻറ്റ് എന്ന് പറയുന്നത് എബൌട്ട് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സെക്ഷൻ്റെ സെൻട്രോയിഡ് കൺസിഡർ ചെയ്യുക, ആ ഒരു സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ടായിട്ട് എടുക്കുന്ന മൊമെൻറ്റ് 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് എവിടെ കൂടിയാണ് പാസ് ചെയ്യുന്നത്? സെൻട്രോയിഡിൽ കൂടിയാണ്. നമ്മുടെ സെക്ഷൻ്റെ സെൻട്രോയിഡിൽ കൂടിയാണ് ആര് പാസ് ചെയ്യുന്നത്? ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത്. അതാണ് പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. നമ്മളിനി അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം ഒരു ബീമിൽ പ്യുവർ ബെൻഡിങ് സംഭവിക്കുമ്പോൾ ന്യൂട്രൽ ലെയറിന് എബോവ് ആയിട്ടുള്ള ലെയേഴ്സിൽ കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ന്യൂട്രൽ ലെയറിന് ബിലോ ആയിട്ടുള്ള ലെയേഴ്സിൽ ടെൻസൈൽ സ്ട്രെസ്സുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എബോവ് ആയിട്ട് എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും, ഇതിന് ബിലോ ആയിട്ട് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ബീമിൽ പല ലെയേഴ്സ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കാരണം എന്ത് സംഭവിക്കും? ഈ ഓരോ ലെയേഴ്സിലും, ഇപ്പോൾ ഈ ഒരു ലെയറും മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വെച്ചോളൂ, ഈ ഓരോ ലെയേഴ്സിലും ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സ്ട്രെസ് ഉണ്ടല്ലേ, അപ്പോൾ ഈ സ്ട്രെസ് കാരണം ഓരോ ലെയേഴ്സിലും ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഓരോ ഫോഴ്സ് കാരണം ഈ ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ട് മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ലെയറിലുള്ള ഫോഴ്സ് കാരണം മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ മൊമെൻറ്റിൻ്റെ എല്ലാം കൂടെ സമ്മിനെയാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൊമെൻറ്റ് എബൌട്ട് ദിസ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ the total moment of these forces about the neutral axis is called moment of resistance of that section. അതായത് എന്താണ്, ഇവിടെ നമുക്ക് ഓരോരോ ലെയേഴ്സായിട്ട് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഓരോ ലെയേഴ്സിലും ഈ സ്ട്രെസ്സ് കാരണം ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫോഴ്സ് നമ്മുടെ ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ട് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോ ലെയേഴ്സിൻ്റെയും മൊമെൻറ്റിൻ്റെ സമ്മിനെയാണ് എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ആ മൊമെൻറ്റ് ഏത് ആക്സിസിന് എബൌട്ടായിട്ടാണ്? ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ടാണ്. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഇതേ സെക്ഷൻ തന്നെ ഒരു ബീമിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ആണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നെ ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസിന് നമ്മളിവിടെ ഒരു ചെറിയ ലെയറൊക്കെ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു അല്ലേ. ഇവിടെ ഒരു ചെറിയൊരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു. ആ ലെയർ ന്യൂട്രൽ ആക്സിസിൽ നിന്നും വൈ ഡിസ്റ്റൻസ് മാറിയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഒരു സെക്ഷൻ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഈ ഒരു സെക്ഷൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ ഒരു ലെയർ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെയറിലെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഓൺ ലെയർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി അത് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, E/R ഇൻറ്റു y ഇൻറ്റു ഡി എ. ഓക്കെ, ഇ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, വൈ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും ആ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഡി എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഡി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ട് ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? മൊമെൻറ്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് ന്യൂട്രൽ ആക്സിസ് ഇസ് ഈക്വൽ ടു, മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഏതാണ് ഫോഴ്സ്? ഈ ലെയറിലുള്ള ഫോഴ്സ് ഏതാണ്? E/R ഇൻറ്റു വൈ ഇൻറ്റു ഡി എ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫോഴ്സ് ആയി. ഇനി അടുത്ത് എന്തുവാണ്? ഡിസ്റ്റൻസ് വേണം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ലെയർ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്. നമ്മൾ ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? വൈ ആണ് അല്ലേ. അപ്പോൾ ഈ വൈയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? E/R ഇൻറ്റു വൈ ഇൻറ്റു വൈ എന്താണ്? വൈ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ചെറിയ ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് അല്ലേ. ഈ ചെറിയ ലെയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ന്യൂട്രൽ ആക്സിസിന് എബൌട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കിനി എന്ത് വേണം? നമ്മളിപ്പോൾ ചെറിയ ലെയറിൻ്റെ മാത്രമാണ് എടുത്തത്. നമുക്ക് വേണ്ടുന്നത് ഈ ഫുൾ സെക്ഷൻ്റെ മൊമെൻറ്റ് വേണം. ഈ ഫുൾ സെക്ഷൻ്റെ മൊമെൻറ്റ് എബൌട്ട് ന്യൂട്രൽ ആക്സിസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ഓൺ ദ
സെക്ഷൻ ഓഫ് ദ ബീം, അതായത് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈ ഓരോ ലെയറിലും ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ? ന്യൂട്രൽ ആക്സിന് എബോട്ടായിട്ട് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ മൊമെൻറ്റുകളുടെ സമ്മനെയാണ്, ഓരോ ലെയറിലും ഉള്ള മൊമെൻറ്റുകളുടെ സമ്മനെയാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ഓൺ ദ സെക്ഷൻ ഓഫ് ബീം, അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എം എന്ന് ഡിനോട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ ലെയറിൻ്റെ അറിയാം, ഈ ഫുൾ സെക്ഷന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇൻ്റഗ്രൽ E/r ഇൻറ്റു y² dA എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം എന്താണ്? ഈ E/r എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ പുറത്തായിട്ട് അതിനെ എടുക്കാം. E/r ഇൻറ്റു ഇൻ്റഗ്രൽ y² dA. ഇനി ഈ y² dA എന്താണ്? ഇൻ്റഗ്രൽ y² dA എന്താണ്? ഇത് നമ്മൾ നമ്മുടെ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് ആണ്. നമ്മൾ ന്യൂട്രൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള നമ്മുടെ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് ഇൻ്റഗ്രൽ y² dA എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇത്രയും ടേമിന് പകരം നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതായത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എം ഇസ് ഈക്വൽ ടു E/r ഇൻറ്റു ഇൻ്റഗ്രൽ y² dAക്ക് പകരം നമുക്ക് എന്തിടാമെന്നാണ് പറഞ്ഞത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ അല്ലേ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഇവിടെ I എന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. അതായത് M/I, ഈ ഐനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. M/I ഈസ് ഈക്വൽ ടു E/r എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇക്വേഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് പഠിച്ചപ്പോൾ നമ്മൾ വേറൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തായെന്ന് ഓർമ്മയുണ്ടോ? σ/y ഈസ് ഈക്വൽ ടു E/r എന്ന് നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇതും അതുപോലെ തന്നെ ഇപ്പോൾ ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷൻ കൊണ്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? E/r നമുക്ക് ആദ്യം എഴുതാം. E/r ഇസ് ഈക്വൽ ടു E/r എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലാണ്, M/I ഈക്വലാണ് അല്ലേ? M/I ഈക്വലാണ്, ഈക്വൽ ടു അതേപോലെ നോക്കിയേ, E/r എന്ന് പറയുന്നത് M/I ഈക്വലാണ്. E/r എന്ന് പറയുന്നത് σ/y ഈക്വലാണ് അല്ലേ? σ/y ഈക്വലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് നിങ്ങൾക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ മാത്രമല്ല യൂസ്ഫുൾ ആവുന്നത്, നിങ്ങളുടെ എൻ്റയർ ലൈഫിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും. അതായത് PSC എക്സാമിനോ ഗേറ്റിനോ അങ്ങനെ പല പല എക്സാംസിനും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു ഇക്വേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ഒരു മെത്തേഡുണ്ട്, അത് എല്ലാവരും ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ഇത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയുന്ന ഓർത്ത് വെച്ചിരിക്കുക. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു. ഓക്കെ, അതായത് എലിസബത്തിൻ്റെ E, റാണിയുടെ R, ഈ പറയുന്ന ഓരോന്നിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കുക. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു. ഇവിടെ ആ സിഗ്മ എന്ന് പറയുന്ന ടേമിന് മാത്രമേ ഉള്ളൂ F എന്ന് പറഞ്ഞാൽ ഫോളോ യു എന്നാണ് അല്ലേ? അപ്പോൾ F എന്ന് പറയുന്ന ടൈം വരുന്നത് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, വിഷയമില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. എലിസബത്ത് റാണി മേ ഐ ഫോളോ യു. എങ്ങനെയെങ്കിലും ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇക്വേഷനെ പറയുന്നത് ബെൻഡിങ് ഇക്വേഷൻ എന്നാണ്. ഓക്കെ, ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്ലെക്സ്ചർ ഫോർമുല എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പറഞ്ഞാലും എന്താണ്? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ എന്നത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ അല്ലേ? പ്യുവർ ബെൻഡിങ്ങിലെ കേസിലെ ഇക്വേഷനാണ് ഇത്. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലെക്സ്ചർ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് സിമ്പിൾ ബെൻഡിങ് ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്ലെക്സ്ചർ ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. E/r ഈസ് ഈക്വൽ ടു M/I ഈസ് ഈക്വൽ ടു σ/y. ഇത് സിഗ്മ എന്തായിരുന്നു? സിഗ്മ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്സാണ്. Y എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നും ഓരോ ലെയറുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y എന്ന് പറയുന്നത്. M എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. I മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ നോക്കിക്കേ, നമ്മളുടെ സിമ്പിൾ ബെൻഡിങ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്ങിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ തൊട്ട് പറയുന്നതാണല്ലേ, ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. അതായത് ഒരു ബീമിൻ്റെ പെർട്ടിക്കുലർ സെക്ഷനിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കണം. ആ സമയത്ത് ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ നമ്മുടെ സിമ്പിൾ ബെൻഡിങ്ങിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക്
ഈക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ സെക്ഷനിൽ എപ്പോഴും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിരിക്കണം. പക്ഷേ ആക്ച്വൽ കേസിൽ ഇങ്ങനെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകുകയും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ഒന്നും ചെയ്യത്തില്ല. ഇതൊക്കെ ഒരു അസംഷനിലാണ് നമ്മളിതെല്ലാം ഡിറൈവ് ചെയ്തുകൊണ്ട് വരുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ചില കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രവും ഒക്കെ പഠിക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകുന്ന കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയുള്ള കേസിൽ എന്താണ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ മാക്സിമം നമുക്ക് കിട്ടാറുണ്ട് അല്ലേ. മനസ്സിലായോ? അതായത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചില പോയിന്റിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകാറുണ്ട്. ആ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ എന്താണ് മാക്സിമം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. കാര്യം എന്താണ് ഷിയർ ഫോഴ്സ് 0 ആണ്, കറക്റ്റാണ്, ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. പിന്നെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആ ഒരു പോയിന്റിൽ മാക്സിമം ആണ്. ആ ഒരു പോയിന്റിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ആ ഒരു പോയിന്റിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കിട്ടുന്നത് അല്ലേ. ഈ ഒരു ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിട്ട് വരുന്നുണ്ട്. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആകുമ്പോൾ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് ആണ്. മാക്സിമം സ്ട്രെസ് എവിടെയാണ് വരുന്നത്? മാക്സിമം സ്ട്രെസ് വരുന്നത് നമുക്കറിയാം അല്ലേ, ബീമിൻ്റെ ടോപ്പ് ലെയറിലും ബീമിൻ്റെ ബോട്ടം ലെയറിലുമാണ് മാക്സിമം സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് വേരിയേഷനാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പിന്നെയും പറയുന്നത്. പിന്നെ ഇതിനെല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് പിന്നെയും ഒന്നുകൂടെ ജസ്റ്റ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു ബീമിൻ്റെ സെക്ഷൻ കൺസിഡർ ചെയ്യാം. അതായത് സിമെട്രിക്കൽ സെക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പൊക്കെ ഉള്ള സർക്കുലർ സെക്ഷനുള്ള ഒരു ബീം നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു റെക്റ്റാങ്കുലർ സെക്ഷനുള്ളൊരു ബീമിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇത്രയും ഡെപ്ത് എന്ന് പറയുന്നത് ഡി ആണ്. ഈ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണെന്നും വിചാരിച്ചോളൂ. ഇനിയും ഇതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഇതുവഴിയായിരിക്കും പാസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നത് ഇതുവഴിയായിരിക്കും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെൻട്രോയിഡിൽ കൂടെ തന്നെയായിരിക്കും. ന്യൂട്രൽ ആക്സിസും അതുപോലെ തന്നെ സെൻട്രോയിഡും സെയിം പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വരച്ചു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം റെക്റ്റാങ്കുലർ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെയാണ്? റെക്റ്റാങ്കിളിലെ മിഡ് പോയിന്റിലായിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും ഡി ആണെന്നുണ്ടെങ്കിൽ ഇത് d/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്നും, ഇത് നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ആണ്, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് ആണ് പോകുന്നത്. ബോട്ടം ലെയർ എന്ന് പറയുന്നതും d/2 ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനിയും നമുക്ക് ഇതിൻ്റെ സ്ട്രെസ് വേരിയേഷൻ നോക്കാം. നമ്മൾ ഓൾറെഡി ഇത് വരച്ചിട്ടുള്ളതാണ്. അതായത് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്കിതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? E/R × Y എന്ന് എഴുതാം അല്ലേ. E/R × Y എന്ന് എഴുതാം. ഇതിൽ ഇയും ആറും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇയും ആറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു Y ആണ്. Y എന്ന് പറയുന്നത് എന്താണ്? Y എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഒരു ലെയർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് Y എന്ന് പറയുന്നത്. നമ്മുടെ ലെയർ ഇവിടെ ആണെന്നെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും Y. അതായത് d/2 Y അന്നേരം സെയിം ആയിരിക്കും. ഇതൊരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതായത് വൈയുടെ ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസിൽ നിന്നും വൈയുടെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് സിഗ്മയുടെ വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഈ ന്യൂട്രൽ ആക്സിസ് ഇങ്ങോട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ അതായത് ടോപ്പ് ലെയറിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ലെയർ ഇതാണെന്ന് വിചാരിക്കാം. അവിടെ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? വൈയുടെ വാല്യൂ മാക്സിമം ആണ് അല്ലേ. ഇത് 0 ആണ്, കൂടി ഇവിടെ വരെ വരും. അപ്പോൾ എന്താണ്? ഈ ഒരു പോയിന്റിലാണ് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് വൈ കൂടുന്നതനുസരിച്ച് എന്തും കൂടും? സിഗ്മയും കൂടും. അതാണ് ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലിൻ്റെ അർത്ഥം കേട്ടോ. അതായത് വൈൻ്റെ വാല്യൂ കൂടുമ്പോൾ സിഗ്മ കൂടും. അപ്പോൾ നോക്കിയേ, വൈൻ്റെ വാല്യൂ കൂടിയപ്പോൾ സിഗ്മ കൂടി. അതായത് നമ്മുടെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. ഇനിയും നമുക്ക് നോക്കിക്കേ, ഇനി താഴോട്ട് വരുന്നത് ഞാൻ ഈ ഒരു ലെയറിനെ എടുത്തു. ആ ലെയറിൽ എത്തുമ്പോൾ വൈൻ്റെ വാല്യൂ കുറവാണ് അല്ലേ. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ ഒരു ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ലെയറിൻ്റെ വൈൻ്റെ വാല്യൂ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുറഞ്ഞു
കുറഞ്ഞ് ന്യൂട്രൽ ആക്സിസ് എത്തുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂട്രൽ ആക്സിസിൽ എന്തില്ല? സ്ട്രെസ് ഇല്ല. കാര്യം എന്താണ്? ഇവിടെ വൈൻ്റെ വാല്യൂ 0 ആണല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ വൈക്ക് പകരം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ ഇസ് ഈക്വൽ ടു 0 എന്ന്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ്? നമുക്കറിയാം ന്യൂട്രൽ ലെയറിന് എബോവ് ആയിട്ട് ഉള്ള ലെയേഴ്സിൽ എന്ത് സ്ട്രെസ്സാണ്? കംപ്രസീവ് സ്ട്രെസ്സാണ് അല്ലേ. കംപ്രസീവ് സ്ട്രെസ്സാണ്. നമുക്കിവിടെ കംപ്രസീവ് സ്ട്രെസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയും ഇവിടെ നിന്ന് നമ്മളിനി ഇങ്ങോട്ട് വരികയാണ്, ബോട്ടം ലെയേഴ്സിലേക്ക് വരികയാണ്. ബോട്ടം ലെയറിൽ എന്താണ്? ടെൻസൈൽ സ്ട്രെസ്സാണ്. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ലൈനിൻ്റെ ലെഫ്റ്റിലേക്ക് വരയ്ക്കാം. കാര്യം കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും 2 സൈനാണ് കേട്ടോ, ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേനും ഇതായിരിക്കും നമ്മുടെ വൈ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ലെയറിൽ എത്തുമ്പോഴത്തേനും വൈൻ്റെ വാല്യൂ കൂടി മാക്സിമം ആകും അല്ലേ. അപ്പോൾ ഈ ഒരു ലെയറിലാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രെസ്സ് കൂടുതൽ. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണ്? ടെൻസൈൽ സ്ട്രെസ്സാണ്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ലൈനിനെ ഈ ഒരു ഇതിനെ തിരിച്ചു വേണമെങ്കിലും വരയ്ക്കാം, ഒരു തെറ്റുമില്ല, കറക്റ്റാണ്. ഓക്കെ, സിമെട്രിക്കലായിട്ട് വരയ്ക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ വരച്ചപ്പോൾ ഇത് കൂടുതലും ഇത് ചെറുതുമായിപ്പോയി. സിമെട്രിക്കലായിട്ട് വരയ്ക്കണം. ഇത് കംപ്രസീവ് സ്ട്രെസ്സും ഇത് ടെൻസൈൽ സ്ട്രെസ്സും.